വിവാദത്തിൽ കഴമ്പുണ്ടോ? എന്താണ് നിയമം പറയുന്നത്? ഇന്നലെ എന്താണ് സംഭവിച്ചത്? വിനേഷ് അത് വിശദമായി പറഞ്ഞു തരും. മാധു, അതായത് രണ്ട് വിഷയങ്ങളാണ് ഇന്നലെ പ്രധാനമായും വിവാദമായി വരുന്നത്. ഒന്ന്, ഈജിപ്തിന്റെ രണ്ടാമത്തെ ഗോൾ, അവർ രണ്ടാമതൊരു ഗോൾ നേടിയിരുന്നു. അത് ഗോൾ നേടിയതിന് ശേഷം പിന്നീട് വാർ ചെക്ക് ചെയ്ത് അതിന് മുൻപുള്ള ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഫൗൾ വിധിച്ചു, അത് തെറ്റായിരുന്നു എന്ന്. രണ്ട്, അർജന്റീനയുടെ വിജയഗോൾ, ആ വിജയഗോളിന് തൊട്ടു മുന്നേ ബോക്സിൽ മുഹമ്മദ് സലായെ വീഴ്ത്തിയിരുന്നു, അതിന് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ള കാര്യം. നമ്മൾ ഫാനിസമൊക്കെ മാറ്റിവെച്ച് എന്താണ് ഫിഫയുടെ നിയമത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് നോക്കാൻ പോകുന്നത്. ഫാനിസമൊക്കെ മാറ്റിവെക്കുകയാണ്, നിയമം മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൽ ഫിഫ റൂളിൽ പറയുന്ന അറ്റാക്കിംഗ് ഫേസ് ഓഫ് പ്ലേ എന്ന് പറയുന്നത്, അത് ഫിഫ ലോ 12 പറയുന്ന ഫൗളും അച്ചടക്ക നടപടികളും എന്ന ഭാഗമായി ചേർന്ന് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ വാർ നോക്കുകയാണെങ്കിൽ, ഒരു ഗോൾ നേടി ഗോളിന് ശേഷമുള്ള വാർ നോക്കുകയാണെങ്കിൽ ആ ഗോളിന്റെ തുടക്കം മുതൽ വാർ പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഗോൾ നേടുന്നു, പക്ഷേ അതിനു മുന്നേ ഈ ഫൗൾ നടന്നു, എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഫൗൾ വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ മൈതാനത്ത് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, പന്ത് ഔട്ടായിട്ടില്ല. ഒന്നുകിൽ ത്രോ ഇൻ ആകണം, അല്ലെങ്കിൽ ഗോൾ കിക്ക് ആകണം, അല്ലെങ്കിൽ ഗോൾ ആകണം, അല്ലെങ്കിൽ വലിയ ഇഞ്ചുറി ആർക്കെങ്കിലും പറ്റണം, അല്ലെങ്കിൽ റെഫറി കറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാകണം. ഈ സമയത്താണ് സ്പോട്ടിൽ നമ്മൾ വാർ ചെക്കിങ്ങിന് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗോൾ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോകുന്നത്. നമുക്ക് ആ വിഷ്വലിന്റെ അടിസ്ഥാനത്തിൽ ഈ റൂള് എങ്ങനെയാണ് ഇതിനകത്ത് പാലിക്കപ്പെടുന്നത് എന്ന് നോക്കാം. അറ്റാക്കിംഗ് ഫേസ് ഓഫ് പ്ലേയിൽ തുടക്കം മുതൽ വാർ പരിശോധിക്കും എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, യെസ്, ആ വിഷ്വലാണ് കാണുന്നത്. ഇതാണ് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പരിക്കിന്റെ ദൃശ്യം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക നിങ്ങൾ, 3 റൗണ്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പന്ത് ആരുടെ കാലിലാണ് എന്ന് നോക്കുക. പന്ത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകളിലാണ് ഉള്ളത്, അതായത് കൺട്രോളിലാണ്, ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇനി ഈജിപ്തിന്റെ ഡിഫൻഡറെ നോക്കുക, അദ്ദേഹം ഇവിടെ ജേഴ്സിയിൽ പിടിച്ച് പുറകെ നിന്ന് വലിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഫൗൾ. രണ്ടാമത്തെ ഫൗൾ ഇവിടെ കാലിൽ ചവിട്ടുന്നതും കാണാം, പുറകിൽ നിന്നുള്ള ടാക്കിളാണ് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഫൗളിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതായത് പന്ത് അർജന്റീന താരം ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകളിലായിരുന്നു, കൺട്രോളിലായിരുന്നു, അപ്പോഴാണ് പുറകിൽ നിന്നുള്ള ഫൗൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് കൃത്യമായി കാണാം, അതിനുശേഷമാണ് ലിസാൻഡ്രോയെ വീഴ്ത്തി ഈ പന്തുമായി മുന്നോട്ട് പോകുന്നതും അത് ഗോൾ അടിച്ച് ആഘോഷിച്ചതും അതിനുശേഷമുള്ള വാർ ചെക്ക് വന്നതും. അപ്പോൾ കൃത്യമായി ഫൗളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം കൂടി പറയാം. രണ്ടാമത്തേത്, എന്തുകൊണ്ട് മുഹമ്മദ് സലായുടേത് ഫൗൾ വിളിച്ചില്ല എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഇതാണ്, ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എന്നുള്ള റൂളിൽ പറയുന്ന ലോ 12 ഫൗളും അച്ചടക്ക നടപടികളും എന്നുള്ള ഭാഗത്തും അവിടെ ക്ലീൻ ടാക്കിളിന് ശേഷമുള്ള കോണ്ടാക്ട് അത് ഫൗളായി കണക്കാക്കില്ല എന്നുള്ളതാണ്. അത് വലിയ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ എതിരാളിക്ക് പരിക്ക് പറ്റുന്ന രീതിയിലുള്ള കോണ്ടാക്റ്റ് ആണ് എങ്കിലൊക്കെ പിന്നെ പരിഗണിക്കും. ഇത് ക്ലീൻ ടാക്കിളിന് ശേഷമുള്ള ചെറിയ കോണ്ടാക്റ്റുകൾ അത് പരിഗണിക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വീഡിയോ കാണിച്ച് തന്നെ വിശദീകരിക്കാൻ കഴിയും. മുഹമ്മദ് സലായെ ഫൗൾ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കുക, പന്ത് ആദ്യം ടച്ച് ചെയ്യുന്നത് ഇത് അൽവാരസ് ആണ്, ഇത് സലയാണ്. അപ്പോൾ പന്തുമായി മുഹമ്മദ് സല വരുന്നു, പന്ത് ഇവിടെയുണ്ട്. ഈ ഡിഫൻഡറുടെ ആദ്യത്തെ ടച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പന്തിന്മേലാണ് എന്ന് കാണാം. അപ്പോൾ തന്നെ ആദ്യ ടച്ച് പന്തിലായി കഴിഞ്ഞു. പിന്നീടാണ് ഈ പന്ത് സലയുടെ കൺട്രോളിൽ നിന്ന് പോവുകയാണ്. സലയുടെ കൺട്രോളിൽ നിന്ന് പോയി പിന്നിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് ടച്ചിന്റെ ദൃശ്യമാണ് സൂം ചെയ്തത്. പിന്നെ പുറകോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ കൺട്രോളിൽ നിന്ന് പോയി പിന്നീട് മുന്നോട്ട് നീങ്ങുന്ന സലയാണ് അവിടെ വീഴുന്നത്. കാലിന് ടച്ച് ഉണ്ട്, അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ പുല്ലടക്കം തെറിക്കുന്നത് കാണാം. ആ ടച്ചിന്റെ സമയത്ത് പുല്ലടക്കം, അതായത് കാലിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ല എന്നുള്ളത് ഇവിടെ നിന്ന് വ്യക്തമാക്കുകയാണ്. ഡെലിബറേറ്റ് അല്ല, അവിടെ നിലത്തുകൂടിയുണ്ട്. മാത്രമല്ല ആദ്യത്തെ ടച്ച് ഏതായാലും പന്തിന് മേലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലീൻ ടച്ചിന് ശേഷം, ടാക്കിളിന് ശേഷമുള്ള, കൺട്രോൾ ആയതിനു ശേഷമുള്ള ഫൗളിനെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് രണ്ടിലും എന്തുകൊണ്ട് അർജന്റീനയുടെ ആ ഗോൾ അനുവദിച്ചു എന്നുള്ളതിനെയും മുഹമ്മദ് സലയുടെ ഫൗൾ വിളിച്ചില്ല എന്നുള്ളതും ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഫൗൾ വിളിച്ചു എന്നുള്ള കാര്യത്തിന്റെയും ഉത്തരമാണ്, നിയമം പറയുന്നത് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇപ്പോൾ ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്? ഫൗൾ ഉണ്ടാകുന്നതും ഫൗൾ അല്ലാത്തതായി അത് മറ്റ് ചില മൂവ്മെന്റുകൾ വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നത് ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് വിനേഷ് കുഞ്ഞിരാമൻ പങ്കുവെച്ച് നൽകിയത്.